ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്ത് കാണണേ. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ വനില എസൻസ്, 1/4 കപ്പ് ഷുഗർ, 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഞാൻ ട്രിപ്പിളിൻ്റെയാണ് ഇതെടുത്തേക്കുന്നത്, മധുരമുള്ളതാണ്. അതുകൊണ്ടാണ് ഷുഗർ 1/4 കപ്പ് മാത്രം എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1/2 കപ്പ് ഷുഗർ എടുക്കണം. ഇനി പാല് നമ്മൾ ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ സിമ്മിലിട്ടിട്ട് കുറച്ചൊന്ന് കുറുക്കി എടുക്കണം, ഒരു 1/4 കപ്പ് ആവുന്നത് വരെ. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് വനില എസൻസ് ചേർക്കണം. എന്നിട്ട് പിന്നെ തണുക്കാൻ വെക്കണം. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് കൊണ്ടുവരാവേ. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ 1 കപ്പ് പാല് ഞാൻ 1/4 കപ്പ് ഷുഗർ ഇട്ടിട്ട് തിളപ്പിച്ചു. അങ്ങനെ 1/4 കപ്പാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1/4 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തു. എന്നിട്ട് തണുപ്പിച്ച് കൊണ്ടുവന്നാണിത്. ഓക്കെ, ഇതിന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് അടിച്ചെടുക്കണം. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിൽ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ വേണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാൻ കേട്ടോ. ഒരു 2 മണിക്കൂർ മിക്സിയുടെ പാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെ തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ചെറിയ സ്പീഡിലിടുക, അതിനുശേഷം കുറച്ച് കൂട്ടി ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ കേക്കിന് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നാൽ അത്രയും നമുക്ക് സ്റ്റിഫ് ആകേണ്ട ആവശ്യമില്ല ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ടുള്ളൂ, നല്ല സ്റ്റിഫായിട്ടില്ല. അപ്പോൾ ഇത് മതി. ഇതാണ് പാകം. ഓവറായിട്ട് സ്റ്റിഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാല് നമുക്ക് എടുത്തൊഴിക്കാം. ഷുഗറും വനില എസൻസും ചേർത്ത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചതാണ്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി.
ഇനി നമുക്ക് നമ്മുടെ ഐസ്ക്രീം എടുത്ത് വെക്കേണ്ട ഫ്രീസറിൽ വെക്കേണ്ട ബൗളിലോട്ട് നമുക്ക് ഒഴിച്ച് വെക്കാം. ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ബൗളിലോട്ട് ഒഴിച്ചിട്ട് ഒരു കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസ് ചെയ്യണം. അന്നേരമാണ് ഇത് നന്നായിട്ട് ഉറച്ച് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബൗളിലോട്ട് ഒഴിക്കാം. ഇങ്ങനെ വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ക്ലിംഗ് ഫയൽ പേപ്പറില്ലേ, പ്ലാസ്റ്റിക്കിൽ, അതുകൊണ്ട് വേണം നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. അത് ഇത് സെറ്റാവും. അപ്പോൾ ഇനി നമുക്ക് അത് കഴിയുമ്പോൾ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചു. ഇനി നമുക്കതെടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ ക്ലിംഗ് ഫയലും കൊണ്ട് ക്ലിംഗ് പേപ്പർ കൊണ്ട് ഞാനിതിങ്ങനെ കവർ ചെയ്ത് വെച്ചതാണേ. നമുക്കെടുത്ത് നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐസ് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്ത് നോക്കാം ഇങ്ങനെ വരുന്നതെന്ന്, നന്നായി വരുന്നുണ്ടോ എന്ന് നോക്കാം. അടിപൊളിയായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ ഞാനൊരു ചെറി കൂടെ വയ്ക്കാം. അപ്പം നമ്മുടെ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നല്ല അമൂലിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കത്തില്ലേ, അതേ ടേസ്റ്റാണ് ഇതിന്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം. ഓക്കെ ബൈ, താങ്ക് യു.